ആയതുകൊണ്ട് UK പോകാൻ പാസ്പോർട്ട് വേണ്ടതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു കുട്ടി പാസ്പോർട്ട് തരാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് അതെത്തും. അതിനു മുൻപായിട്ട് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ടോണി സർ, പ്ലീസ് ജോയിൻ us on the stage. സിജു ചേട്ടാ, പ്ലീസ് നമ്മളോടൊപ്പം വന്ന വേദിയിലേക്ക് ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ ഷാനിഷാക്കി പ്ലീസ്. അരുൺ സർ നമ്മുടെ കൂടെ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഷറഫുദ്ദീൻ, ഒപ്പം തന്നെ ശബരീഷ്, രണ്ടുപേരും വേദിയിലേക്ക് നമ്മുടെ പാസ്പോർട്ട് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ്. ദിസ് ഇസ് ലൈക്ക് എ വെരി ന്യൂ പ്രൊമോഷണൽ മെത്തേഡ് ഫ്രം ആർ ടീം. UK പോകാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് യു ക്യാൻ യൂസ് ദിസ് പാസ്പോർട്ട് ആക്ച്വലി. And I'd like to welcome Ranjan Sajeev to the stage, please. Ranjan Sajeev, നമ്മുടെ UK പാസ്പോർട്ട് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. And you can distribute this passport to our stars. ഈ പാസ്പോർട്ടിൽ നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട്. And yes, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. We'll start with നമ്മൾ സംസാരിക്കാനായിട്ട് ആദ്യം ക്ഷണിക്കുന്നത് സുചേട്ടനെയാണ്. ബിക്കോസ് കണ്ട വഴി നല്ല ചിരിച്ച ആളാണ്. സുചേട്ടൻ എന്താ പറയാൻ തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദിലീപേട്ടനാണ്. സാറിനോട് വർക്ക് ചെയ്തില്ല. പക്ഷെ ഞാൻ പ്രണയത്തിന്റെ ഓഡീഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അൽഫോൺസ് എടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് വന്ന് തമിഴിലേക്ക് വിട്ടോന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല. മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനോജനോടെ ചേട്ടൻ അജിതായിട്ടുള്ള സാറാണ്. ഡിസ്റ്റിൻ്റെകൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ അതിനെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാര ഓർമ്മ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണ വീട്ടില് കൂടെ തന്നെയായിരുന്നു. നിങ്ങൾ ജോണിച്ചേട്ടനും നിങ്ങളൊക്കെ അവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇതിലും ഇപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഇതിന്റെ ഒരു കണ്ടന്റ് അതിനകത്ത് ആരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ തിയേറ്ററിൽ വർക്കാവട്ടെ, തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങളുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും വലിയ കാട്ടിൽ ഫാമിലി നേച്ചർ ഫിലിംസ്. ഓക്കെ, എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസാധനം. താങ്ക് യു. നമസ്കാരം. ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ ക്ലൈമാക്സ് കഴിഞ്ഞ് എടുത്തെടുക്കുന്ന പോലെ ഞാൻ ഗുരുതുല്യരായ ചേട്ടൻ, തന്നെ ദിലീപേട്ടൻ, ലിസൺ ഭായ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അങ്ങനെ എല്ലാവരെയും ആദ്യം തന്നെ മിക്സ് ചെയ്ത് പോകണം. ആരെങ്കിലും പ്രത്യേക ബുദ്ധിമുട്ടാണ്. സിജു പറഞ്ഞാൽ തന്നെ പ്രണയത്തിന്റെ ഓഡിഷൻ ഞാൻ സാറിനടുത്ത് വന്നിരുന്നു. അപ്പൊ സാറിനെ കണ്ട് അകത്തോട് കയറി തന്നെ പറഞ്ഞു നമുക്ക് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞു. കുറച്ച് വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങളും സാറന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി പോന്നു. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 7 സംസ്ഥാനങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ, കണക്ക് 9 സ്കോഡിന്റെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ സൗണ്ടിൽ ഏതെങ്കിലും സ്ഥലത്തില് നവാഗത സംവിധായകൻ തിരക്കഥ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ എല്ലാം അടിയുന്നുണ്ട്. ഞാൻ പ്രത്യേകം അതെല്ലാം സാറും ബാക്കിയുള്ള പ്രൊമോട്ടേഴ്സ് ഒക്കെ വാങ്ങുന്നതിന്റെ സ്റ്റോറി കിട്ടിരുന്നു. ഞാൻ 2 സ്കോഡ് കഴിഞ്ഞ് ദിലീപേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിലീപേട്ടൻ പക്ഷെ OTT റിലീസ് കഴിഞ്ഞപ്പോ വിളിച്ച് കുറെ നേരം ദിലീപേട്ടൻ സംസാരിച്ചു.
സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദിലീപേട്ടനെ കൊണ്ട് ഒരാൾക്ക് നമ്മൾ വിളിച്ച് അനസ്കോണ്ട് ഓരോ ഡീറ്റെയിൽസും പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നന്ദി, വളരെ സന്തോഷം. ഓർത്ത് വിളിച്ചതിന് വളരെ സന്തോഷം. ഡിസംബറോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ട്രാഫിക്കും സത്യം മാത്രം ബോധിപ്പിക്കുവാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന സിനിമ ഇറങ്ങി വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു, ഇതിന്റെ കുറച്ചും കൂടി ഫ്ലെക്സും പോസ്റ്ററും ഒന്ന് പോസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു. അപ്പൊ ഓഫീസിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞു, ഫ്ലെക്സ് അടിച്ച പൈസ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, ദയവ് ചെയ്ത് ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സത്യം എന്റെ അടുത്ത് വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. പിന്നെ ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു, നായകന്റെ അച്ഛനായിട്ടാണ് പറഞ്ഞത് ഞാൻ അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പടം കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ മകനായിട്ടാണ് രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പടം കണ്ടോ മനസ്സിലാവും. ഭയങ്കര രസകരമായിട്ട് ജോണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനും അറിയാമോ സത്യാവസ്ഥ. ഞാൻ ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, കഠിനാധ്വാനം പ്രതിഭകളെ മറികടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കഠിനാധ്വാനിയാണ് രഞ്ജിത്ത്. രഞ്ജിത്ത് എന്തായിരുന്നാലും ഈ മലയാളത്തിലെ പുതിയ താരോദയമാണെന്ന് എനിക്കറിയില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദിലീപേണ്ട ഒരു വളർച്ചയുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രതികൂലമായ വളർച്ചയാണ്. ഒരു സല്ലാവും, ഒരു ഇഷ്ടം, ഒരു പറക്കം തളിക. ദിലീപേണ്ട ഗ്രാജുവലി അത് കൊണ്ടുവന്ന് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പാലക്കാട് ഞാൻ അരോമ, സിനി അരോമ, ന്യൂ അരോമ ഈ 3 തിയേറ്ററിലും മീശമാധവൻ തിരിഞ്ഞും തിരിഞ്ഞും ഓടിക്കൊണ്ടിരിക്കും. ഒരിടത്തും ടിക്കറ്റ് ഇല്ല. അങ്ങനെ ഒരു ദിലീപേണ്ട ഒരു വളർച്ചയുണ്ട്. ദിലീപേണ്ട ഓരോ അടുത്തപ്പോഴും വന്ന് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് തിരക്കഥയിലാണെങ്കിൽ സംഭാഷണമാണെങ്കിൽ ഇവരുടെ കല്യാണമാണെങ്കിൽ ഒരുപാട് നല്ല സിനിമ ദിലീപേണ്ടുണ്ട്. ദിലീപേണ്ട മെയ്യോപാന്തി ഇറങ്ങുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും എന്റെ ആശംസകളും. അത് ആ സിനിമ നമ്മുടെ നല്ല സിനിമയിലെ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടറായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കൈവയ്ക്കാത്ത മേഖലകളിൽ എല്ലായിടത്തും വിജയശ്രീരാജനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ദിലീപേണ്ട സിനിമയ്ക്കും എല്ലാ ആശംസകളും. അപ്പോ ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തിയ അനിമേഡം, സജീവ് സർ, എന്റെ സുഹൃത്തായ അരുൺ വൈഗ, എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടവരാണ് മുന്നിലിരിക്കുന്നത്. ദിലീപേട്ടൻ, ലിസ്റ്റ്, മനോജേടൻ, അജിതേടൻ, ജീവേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഏറ്റവും മനോഹരമായ സിനിമയായി മാറുന്ന അരുൺ വൈഗ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോ അരുണിന്റെ ഏറ്റവും പുതിയ സിനിമയാണ്. അത് ഏറ്റവും നല്ല സിനിമയായി രഞ്ജിത്തിന് പറയുന്ന പോലെ താരോദയമാണോ അല്ലേ എന്നുള്ളതിനെങ്കിലും പ്രത്യേകിച്ച് നല്ല നടനായി ഉയർത്തുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമയെ ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും വൈറലാവണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ ഒരിക്കൽ കൂടി വിളിച്ച് ഒരു 10 വാക്ക് സംസാരിപ്പിച്ച് കുറച്ചുകൂടി വൈറലാവാൻ സാധ്യതയുണ്ട്. ലിസ്റ്റിൻ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് 10 കോമഡി ഇപ്പം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ലിസ്റ്റിനെ വീണ്ടും വേദിയിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മറ്റൊരു പരിപാടിയും വേണ്ടി വരില്ല. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു വൈറൽ പ്രസംഗം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അരുൺ ആണ് ഈ പ്രോഗ്രാമിൽ വിളിച്ചത്. അപ്പൊ അരുണായിട്ട് ചേർന്നിട്ട് പലപ്പോഴും അരുൺ എന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിളിക്കും. എനിക്ക് പലപ്പോഴും വരാൻ പറ്റാറില്ല. ഇത്തവണ എത്താൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും രഞ്ജിത്തിന്റെ സിനിമകളെ കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായ സിനിമയാണ് കോളം. തീർച്ചയായും രഞ്ജിത്തിന്റെ ഈ സിനിമയും അതുപോലെ തന്നെ വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സിജുവും റോണി പറഞ്ഞ ഒരു കാര്യത്തിന്റെ പുറകെ തന്നെ ഞാൻ പറയാം. ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാൻ പോയായിരുന്നു. സാറിനെ ഞാൻ കണ്ടായിരുന്നു. സാറ് മോനെ നിനക്ക് ഇല്ലെന്നും പറഞ്ഞു. അന്ന് ഞങ്ങളെ കാണാൻ ക്യൂട്ട് ഒന്നുമല്ലായിരുന്നു. എനിക്ക് അന്ന് കാണാൻ ക്യൂട്ട് ഉണ്ടായിരുന്ന ബാസിക്കാണ് സാർ ആ റോഡ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്നന്റ് നേച്ചർ. ശരിക്കും പ്രണയത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയാണ്. അപ്പൊ ഇതെല്ലാം കറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. താങ്ക് യു. പിന്നെ ദിലീപന്റെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ട് ദിലീപേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പൊ ചിലവരെല്ലാം ദിലീപേട്ട പേരും ചേർത്ത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഉത്തരവാദിയല്ല. ഞാനെനിക്ക് പറയും ചേട്ടാ, ഞാൻ 10 ചേട്ടൻ 2 വാർഡ് വന്നു ചെങ്ങനാട് പഞ്ചായത്ത്. അപ്പോ അതിനോട് വലിയ കുഴപ്പമില്ല. പിന്നെ എന്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോൺ ചേട്ടൻ പോയോ
പുള്ളി അടുത്ത അഭിനയം പോയോ ജോണിച്ചേട്ടൻ ഞാനും നമ്മൾ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമ എൻ്റെ ഒപ്പനായിട്ട് അഭിനയിച്ചു. മനോജേട്ടൻ്റെ കൂടെ സിനിമ ചെയ്തിട്ടില്ല, നേരത്തിൽ ചെയ്തിട്ട് നമുക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതെ, ആദ്യത്തെ പടത്തിൽ മനോജേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായും അജിതാന്റെ അടുത്ത പടത്തിൽ ഞാനാണ് ലീഡ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പിന്നെ ഡിസ്ട്രിക്ട് ബൈ ആയിട്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, എന്താല്ലേ. പിന്നെ ലിസ്റ്റിനേരുടെ കൂടെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് നമ്പർ ഇത് ചെയ്യുന്നുണ്ട്. പറ്റുള്ളൂ. അപ്പൊ ഈ സിനിമയിൽ പിന്നെ മ്യൂസിക് നൽകിയത് രാജേഷാണ്. അപ്പോ എന്റെ പുതിയ സിനിമയിലും രാജേഷാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോ രാജേഷിന്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയിലേക്ക് പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത അജിത് സാർ, അടുത്ത ഷാനിഷാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് കോക്കോ വിളിക്കാറ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരുണിന്റെ 3ാമത്തെ പടം, അരുണിന്റെ 2ാമത്തെ സിനിമയിൽ എനിക്കൊരു ചെറിയ റോള് അവൻ തന്നായിരുന്നു. ചേട്ടൻ അഭിനയിക്കേണ്ട, ചേട്ടൻ വന്ന് നിന്നാൽ മതി, എനിക്ക് ചേട്ടനാ മതി. അപ്പോ ഭയങ്കര ഈസി ആയിരുന്നു, കാരണം അഭിനയിക്കേണ്ട വന്നില്ല. 3ാമത്തെ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ചേട്ടൻ ഒറ്റ റോളേ ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോഗ്രാഫർ മാത്രം, അതുകൊണ്ട് ഇതിനകത്ത് റോളില്ല. ഇപ്പൊ അരുണിന്റെ ബ്രദറാണ് ശരിക്കും. അത് അരുണിന്റെ തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പിന്നെ രഞ്ജിത്തിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ യു ആസ് എ ആക്ടർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു നല്ല സിനിമയാവട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സിനിമയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ സിനിമയുടെ നായകൻ രഞ്ജിത്ത് സജീവ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പടം UK-ന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇവന്റ്. സോ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി. എസ്പെഷ്യലി ദിലീപേട്ട, ബ്ലസ്സി സർ, മനുചേട്ട, ജോൺ ചേട്ട, പിന്നെ ഷെറാഫ് ബ്രോ, ഷാനി ബ്രോ, സിജു, എല്ലാവർക്കും. പിന്നെ അരുൺ പറഞ്ഞ പോലെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള റോൾ ഇതിൽ ഡിമാൻഡ് ചെയ്തത് എന്റെ കഴിഞ്ഞ പടങ്ങൾ. എനിക്ക് തോന്നുന്നു കൽബ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ആ സമയത്ത് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് റീവർക്ക് ചെയ്ത് ഷൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് പുള്ളി എന്നോട് ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് തന്നു ഈ റോള് ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. സോ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഇതെന്റെ ഏറ്റവും എന്താ ചേർത്ത് നിൽക്കുന്ന ഒരു പടം തന്നെ UK. കാരണം എനിക്ക് ശരിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റും കൂടെ ഇപ്പം തിരിച്ചു നോക്കും. കാരണം ഇപ്പം ഒരു ജിസ്റ്റ് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂത്ത്, ഈ കാലത്തെ യൂത്ത്, ഇവിടെ നിൽക്കുന്ന യൂത്ത് എല്ലാവർക്കും ആദ്യം പുറത്ത് പോയി പഠിക്കാനോ പുറത്ത് പോയി ജോലി ചെയ്യാനോ താല്പര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അതൊന്ന് തേടി വരാൻ ഒരു ശ്രമം നടക്കുന്നില്ല. സോ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എനിക്കത് പേഴ്സണലി കണക്ട് ആയ ഒരു കാര്യം പറഞ്ഞ പോലെ ഞാൻ ദുബായിലെ പഠിച്ചു വളർന്നത്, പക്ഷെ ഞാൻ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു പാഷൻ പേഴ്സ് ചെയ്യാൻ ഈ ആക്ടിംഗ് മേഖലയിൽ. സോ എനിക്ക് ശരിക്കും റെസനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി May 23 റിലീസ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് ഒരു വിജയമാക്കണം. സോ അധികം വൈകാതെ see you all in theaters soon. Thank you. Thank you so much.